ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ഡീൻ കുര്യാക്കോസ് MPയെ ഇന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധ്യത. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ഈ നീക്കം. ഡോക്ടേഴ്സ് പറയുന്നു വളരെ അപകട നിലയിലാണ് ഡീൻ കുര്യാക്കോസ് MP എന്നാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം ആരംഭിച്ചത്. മൂന്നാറിലെ ഡീൻ കുര്യാക്കോസിൻ്റെ സമരപന്തലിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ഡീൻ കുര്യാക്കോസിന് ഒരു സുപ്രഭാതം പറയുക. ഡീൻ കുര്യാക്കോസിൻ്റെ നില അല്പം മോശമാണ് എന്ന രീതിയിൽ ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തോ? SKN, ഗുഡ് മോർണിംഗ്. പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ മൂന്നാറിലെ കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൂന്നാറിൽ ഡീൻ കുര്യാക്കോസിന്റെ ഈ നിരാഹാര സമരം ഇവിടെ ഇങ്ങനെ തുടരുന്നത്. ഇന്ന് 3-ാം ദിവസമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ വൈകിട്ട് ആരോഗ്യസ്ഥിതി അല്പം മോശമായിരുന്നു, ഷുഗർ അല്പം താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ സമരം ഇങ്ങനെ തുടരുന്നത് എന്നുള്ളത് MP ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഉത്തരവുകൾ ഇറങ്ങുന്നത് വരെ നിലവിൽ എന്തായാലും ഈ RRT സംഘത്തെ വിപുലീകരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാത്രമാണ് സർക്കാർ പോവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവ് കൂടി വന്നെങ്കിൽ മാത്രമേ സമരം അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകൂ എന്നുള്ളത് DCC നേതൃത്വവും അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം. ഏതെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെയും ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഫോണിൽ സംസാരിച്ചിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രിയും ഫോണിൽ വിളിച്ചിരുന്നു. ആരോഗ്യനില ഒരല്പം പ്രശ്നമാണ്, സമരം അവസാനിപ്പിക്കണമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇന്നലെയും രാത്രി പല പല മേഖലകളിലും കാട്ടാനകളും വന്യമൃഗങ്ങളും ഒക്കെ അതിരൂക്ഷമായ പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജീവിക്കാൻ വയ്യാത്ത ഒരു പരിസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള പ്രതിരോധമാണ് സർക്കാർ തീരുത്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അവർ കുറേ തീരുമാനങ്ങൾ കൈക്കിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നലെയും ഉന്നതതല യോഗം ഉണ്ടായിരുന്നു, CCF ഉണ്ടായിരുന്നു, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് വരെ ആണ് ഈ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. MPയുടെ ആരോഗ്യം കൂടി നോക്കണ്ടല്ലേ? ഇന്നലെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ വളരെ മോശമാണ് ആരോഗ്യനില എന്നാണ് പറഞ്ഞത്. ഷുഗർ ഒരല്പം താഴെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഉള്ള ഒരു വിഷയങ്ങളാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഗവൺമെൻറ് ഒരു എന്താ പറയുക, ആ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ രാഹുൽ വിജയൻ സംസാരിക്കുകയായിരുന്നു. മൂന്നാറിലെ സമരപന്തലിൽ നിന്നാണ് ഡീൻ കുര്യാക്കോസ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.